എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് അടിക്കൂ, ഷെയർ അടിക്കൂ, എന്തെങ്കിലുമൊക്കെ അടിക്കും. നമുക്ക് ഇപ്പോൾ ചെയ്യാം. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. വേറെ ഒന്നുമില്ല, ചിലതിനൊക്കെ ബോധം വീഴും തുടങ്ങിയിട്ടുണ്ട്. ഈ അന്തം ആർമികളും അന്തമായിട്ട് നടന്ന ചില സാധനങ്ങൾക്കൊക്കെ ചെറുതായിട്ട് എവിടെയൊക്കെ ബോധം വീഴും തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി കാലക്രമേണ ശരിയായേക്കാം. പിന്നെ ഇപ്പോഴും ബോധവും പൊക്കണമില്ലാത്ത ആർമികളും PR-കളും ഒക്കെ ഉണ്ട്. PR-കൾ പൈസ മേടിച്ചിട്ട് ഞണ്ടുന്നു, ആർമികളിലും ചിലതൊക്കെ പൈസ മേടിച്ചിട്ട് കളിക്കുന്നു. ഓക്കെ, വാട്ടവർ. അപ്പോൾ കുറേ എണ്ണത്തിനൊന്നും ഇപ്പോഴും ബോധമില്ല, കുറച്ച് എണ്ണത്തിന് ബോധം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ജാസ്മിൻ ഫാൻസ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നുള്ള സാധനമാണ്. അപ്പോൾ അതിൽ ഒരു ലാസ്റ്റത്തെ രണ്ട് മെസ്സേജ് ഞാൻ വായിക്കാം. ഞാൻ ഇനി എവിടെയും കമന്റ് ഇടൂല. എൻ്റെ വാല്യുബിൾ ടൈം ജാസ്മിനെ പോലെ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ശരിക്കും ഗിൽട്ടി ഉണ്ട്. അപ്പോൾ ഗിൽട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ജാസ്മിനെ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിൽ ഞാനൊന്നും പറയണ്ടേ. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം പറഞ്ഞു ചെറുക്കിട്ടാ. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഫോർത്ത് അംശം കൊടുത്തിട്ടുള്ളത്, ഈ ജാസ്മിൻ ഫാൻ കൊച്ചിനെ ഇനി ആരും ഒന്നും പറയരുത്. ഓൾഡ് തെറ്റ് മനസ്സിലായിട്ടുണ്ട്. മാപ്പ് പറഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം. ബിഗ് ബോസ് കാണണം, നല്ല ആളുകളെ സപ്പോർട്ട് ആക്കുക കേട്ടോ. ജാസ്മിനെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതേപോലെയുള്ള ആളുകളെ പ്രോത്സാഹനം നൽകാതെ ഇരിക്കുക. സത്യം, സീരിയസ്ലി അതിൽ ഞാൻ യോജിക്കുന്നു. കാരണം ജാസ്മിനെ പോലത്തുള്ള ഈ ഇതുപോലത്തെ വൃത്തികെട്ട ക്യാരക്ടറുള്ള ആൾക്കാരെ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക. അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കല്ലോ. സപ്പോർട്ട് ചെയ്താൽ ഇതുപോലത്തെ ആളുകൾ ഇനിയും സൊസൈറ്റിയിൽ പൊട്ടിമുളയ്ക്കും. കാരണം വേറെ ഒന്നുമല്ല, അവൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അല്ലേ വൈറലായത്, ഇത്രയും പൈസ ഉണ്ടാക്കിയത്, അവളൊക്കെ ഇത്രയും ഇതായത് എന്ന് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഉള്ള ബാക്കിയുള്ള പെൺകുട്ടികളും ഇതുപോലെ ചിന്തിച്ച് ഇതുപോലെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിന്റെ പോക്ക് ഇങ്ങോട്ട് പോകും. അത്രയും ചിന്തിച്ചാൽ മതി, മനസ്സിലായോ? കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ഇത്രയും നമ്മൾ ചിന്തിക്കുക. കാരണം ഇവളുമാരെ സപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ഒരുപാട് ജാസ്മിനുകളും ഒരുപാട് മുല്ലപ്പൂകളും പൊട്ടിമുളയ്ക്കും. അത് നമ്മുടെ സൊസൈറ്റിക്ക് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും, മനസ്സിലായോ? അതുകൊണ്ട് ഇതുപോലെ ഉള്ളതൊന്നും വളരാൻ വിടരുത്. ഇത് നമ്മുടെ സൊസൈറ്റിക്ക് ആപത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലത്തെ ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരാൻ പാടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സൊസൈറ്റി ഇതിപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ഒരുപാട് മുല്ലപ്പൂകൾ പൊട്ടിമുളയ്ക്കും. അത്രേ ഉള്ളൂ. അടുത്ത് എന്തായാലും ഇപ്പോഴെങ്കിലും മനസ്സിലായി ഓളെ സപ്പോർട്ട് ആക്കിയത് തെറ്റാണെന്ന് മനസ്സിലായി. വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി ഈ പറയുന്ന അന്തങ്ങളൊക്കെ മാറി വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പണ്ടും പല അന്തങ്ങളുണ്ട്, പക്ഷെ അതുപോലെ നല്ല ഇത് കൊടും വിഷങ്ങളാണ്. കൊടും വിഷങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളതല്ല. പിന്നെ ചിലവരുണ്ട് ഈ ഗബ്രി ഫാൻസൊക്കെ ആയിരുന്നിട്ട് പിന്നെ വന്നിട്ട് ഈ അതിൻ്റെ പിന്നാലെ നൂല് പിടിച്ചിട്ട് ഗബ്രി ജാസ്മിൻ കോംബോ ആയിരുന്നുകൊണ്ട് ഗബ്രി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ആള് നല്ലൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന ഷോയ്ക്കകത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് കാണിക്കുകയോ ചെയ്തെങ്കിൽ നമുക്ക് ഓക്കെ. ഇത് എടുത്ത് പറയുന്ന ഒരു കാര്യം പോലും, ഒരു ക്വാളിറ്റിയുള്ള കാര്യം പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കൊന്നും ഇതിലൊന്നും പറയാനില്ല, മനസ്സിലായോ? എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ജനങ്ങൾ തന്നെ അത് സ്വയം മനസ്സിലാക്കി പെരുമാറുക. കാരണം ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സൊസൈറ്റിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നാളെ ഒരുപാട് മുല്ലപ്പോൾ ഇതുപോലത്തെ ചീപ്പ് പരിപാടി കാണിച്ച് മുന്നോട്ട് വരും. അതിന് നമ്മൾ അനുവദിക്കില്ല. അതാണ് നമ്മളുടെ പോരാട്ടം എന്ന് തന്നെ ഞാൻ പറയാം. എന്തായാലും ഇന്നലെ അഫ്സലിനെ ഒട്ടും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ജാസ്മിൻ്റെ ഒരു ചാറ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് അഫ്സലിൻ്റെ വീഡിയോ വെച്ചെങ്കിലും അതിനെ എടുത്തു വെച്ചിട്ട് ഞാൻ ഒന്ന് സംസാരിച്ചത്. അഫ്സൽ നമുക്ക് അറിയത്തില്ല വീട്ടുകാരായിട്ടൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചാൽ അന്നും വലുതായിട്ടൊന്നും അറിയത്തില്ലല്ലോ. ഇനി പുറത്ത് വന്ന് ഇവളൊരു വെളുപ്പീരുകയാണ്. അതിൽ ജനങ്ങളായ ജനങ്ങൾ വീണ് ഉരുണ്ട് പെരണ്ട് പോവാതിരിക്കുക. അതേ എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ ജനങ്ങൾ ഞാൻ വിടത്തില്ല, നിങ്ങളൊക്കെ വിടാതെ സൂക്ഷിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങൾ അറിയാം, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവളിനി വന്നിട്ട് ഒരു വെളുപ്പീര് കാണും. അതിൽ അഫ്സലിനെ അവരെ വേണമെങ്കിൽ കരിവാരി തേക്കും. എന്തായാലും അവൻ ഈ ചാറ്റും ഈ വീഡിയോ ഒക്കെ വിട്ട സ്ഥിതിക്ക് അവനെയും കൂടി കരിവാരി തേച്ച് പറയാൻ പറ്റുള്ളൂ എന്നല്ല, അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ഇനിയിപ്പോൾ ചെറുക്കട്ടായിട്ട് പലതും ഇതുപോലെ കുത്തിപ്പൊങ്ങി വരുമ്പോൾ എല്ലാം കണ്ട് കിളി പറഞ്ഞിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. എന്തായാലും അന്തങ്ങളെ നിങ്ങൾക്ക് ശമനമില്ല. ഇനിയും നിങ്ങൾ പോരാടൂ, നമ്മളിവിടെ തന്നെ ഉണ്ട്. പിന്നെ അസലയുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പോയി തെറി വിളിക്കാണ്ട് നമ്മളിടയ്ക്ക് വാടേ വന്ന് വല്ലതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വിളിക്കട്ടെ. ഞാൻ ചിലപ്പോൾ നിൻ്റെയൊക്കെ റിപ്ലൈ തരില്ല. കാരണം ചീത്ത വിളിക്കാൻ റിപ്ലൈ തരത്തില്ല. ഇൻബോക്സിൽ ഒന്ന് വിളിക്കും, അവിടെ ഞാനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പോയി വന്നു നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ്